Hello friends, welcome to Insigniya English. My name is Santosh. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഇംഗ്ലീഷ് ഭാഷയും മലയാളം ഭാഷയും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. രണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പലപ്പോഴും നമ്മൾ ഈസും ചിലയിടത്ത് നമ്മൾ ആറും ചിലയിടത്ത് ഹാസ് ചിലയിടത്ത് ഹാവും ചിലയിടത്ത് ഡസും ഡു ഒക്കെ വെക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്, അതെങ്ങനെയാണ് കറക്റ്റ് ഒരു തെറ്റില്ലാതെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം ഇംഗ്ലീഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാർക്ക് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇത് തെറ്റരുത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റില്ല. അതാണ് രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ ഇതിലിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഇംഗ്ലീഷ് ഭാഷയും മലയാളം ഭാഷയും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്കൊരു ഇംഗ്ലീഷ് സെൻറ്റൻസിനെ ബേസ് ചെയ്ത് തന്നെ അത് പഠിക്കാം. സെൻറ്റൻസ് ഇതാണ്: ആയുഷ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ആയുഷ് ഇംഗ്ലീഷ് പഠിച്ചു. ഇതാണ് നമ്മുടെ സെൻറ്റൻസ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് വെർബ് എന്താണ് എന്നുള്ളതാണ്. വെർബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയ എന്നാണ് അതിന് മലയാളത്തിൽ പറയാം. ഒന്നും കൂടി പറയാന്ന് വെച്ചാൽ പ്രവൃത്തി. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഈ പറഞ്ഞ വെർബ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എൻ ആക്ഷൻ. എല്ലാ തരത്തിലുള്ള ആക്ഷൻസും ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം, വെർബ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താം. അതായത് പഠിക്കുക നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമല്ലേ, എഴുതുക നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, പോകുക വരിക ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ വെർബിൽ വരും. കുറേ കാര്യങ്ങൾ വെർബ് ഉണ്ടെന്ന് നമുക്കറിയാം. അതായത് കുറച്ചും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്നുള്ള വ്യക്തി നമ്മുടെ കൈ കൊണ്ടോ നമ്മുടെ കാലുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗം കൊണ്ട് എന്ത് ചെയ്താലും അതെല്ലാം വെർബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ വെർബ്സ് ഉണ്ട്. നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം ഒക്കെ കുറേ പഠിച്ചിട്ടുള്ളവരാണ്. നമുക്കതൊരു ഐഡിയ ആയി ഉണ്ടാവും. ഇനി തെറ്റില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ ഈ സെൻറ്റൻസിൽ നമുക്കറിയാം ആയുഷ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഈ സെൻറ്റൻസിൽ ഇതിൽ വെർബ് എന്ന് പറയുന്നത് ആയുഷാണ്. വെർബ് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റഡീഡാണ് കേട്ടോ. സ്റ്റഡീഡാണ് വെർബ്, ആക്ഷൻ അല്ലേ. അതാണ് സ്റ്റഡീഡാണ് നമ്മുടെ ഈ സെൻറ്റൻസിലെ വെർബ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ് സബ്ജക്റ്റ്. ഈ സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അവിടെ ആയുഷല്ലേ പ്രവൃത്തി ചെയ്തത്, ആ വ്യക്തിയാണ് ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ്. അപ്പോൾ ആയുഷ് പ്രവൃത്തി ചെയ്ത വ്യക്തി ആയുഷാണ്. അപ്പോൾ ആയുഷാണ് ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഏതാണെന്നാണ്. അതായത് നമ്മൾ എന്തിലേക്കാണോ പ്രവൃത്തി ചെയ്യുന്നത് ആ വ്യക്തി അല്ലെങ്കിൽ വസ്തുവായിരിക്കും ഒബ്ജക്റ്റ്. നമ്മളിപ്പോൾ ഈ ആയുഷ് എന്ന് പറഞ്ഞ കുട്ടി പഠിക്കുക എന്നുള്ളത് പഠിച്ചത് എന്തായിരുന്നു? ഇംഗ്ലീഷാണ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നതാണ് ഈ സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സബ്ജക്റ്റ് വയ്ക്കുന്നു, ദെൻ വെർബ്, ലാസ്റ്റാണ് നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കുന്നത്. ഇംഗ്ലീഷിൻ്റെ ഫോർമാറ്റ് ഇപ്പോൾ മനസ്സിലായില്ലേ? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഇതാണ് ഇംഗ്ലീഷിൻ്റെ ഫോർമാറ്റ്. ഇനി നമുക്ക് മലയാളം നോക്കി നോക്കാം. എങ്ങനെയാണ് മലയാളത്തിൻ്റെ ഫോർമാറ്റ് എന്ന് നോക്കാം. ഇതേ സെൻറ്റൻസ് തന്നെ ആയുഷ് ഇംഗ്ലീഷ് പഠിച്ചു. ഇതാണ് സെൻറ്റൻസ്. ആയുഷ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് എന്നുള്ളത് തൊട്ടപ്പുറത്ത് വന്ന് ഒബ്ജക്റ്റ് ആണ്. പഠിച്ചു എന്നുള്ളതാണ് ഈ സെൻറ്റൻസിലെ വെർബ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം സബ്ജക്റ്റ്, പിന്നീട് നമ്മൾ വെച്ചത് ഒബ്ജക്റ്റ് ആയിരുന്നു, അറ്റ് ലാസ്റ്റാണ് നമ്മൾ വെർബ് വയ്ക്കുന്നത്. അപ്പോൾ മലയാളം സെൻറ്റൻസുകളുടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ മലയാളം സെൻറ്റൻസുകൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് സെൻറ്റൻസും മലയാളം സെൻറ്റൻസും നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇംഗ്ലീഷിൻ്റെ ഫോർമാറ്റ് പോലെയല്ല നമ്മൾ മലയാളം ഫോർമാറ്റ് വെക്കുന്നത്. ഇതിന് തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും ഒരു സെൻറ്റൻസ് നമ്മൾ മലയാളത്തിൽ ചിന്തിച്ചിട്ട് അതിനെ അങ്ങനെ തന്നെ എടുത്തിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ആ സെൻറ്റൻസ് 100% തെറ്റായിരിക്കും. കാരണം മലയാളത്തിൻ്റെ ഫോർമാറ്റും ഇംഗ്ലീഷിൻ്റെ ഫോർമാറ്റും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഏത് ബിഗിനേഴ്സ്, ഇപ്പം നമ്മൾ ബിഗിനേഴ്സിനൊക്കെ എന്തായാലും അറിയേണ്ട ഒരു കാര്യമാണ് ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഫോർമാറ്റ് ചേഞ്ച് വരുത്തിയിട്ട് നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്താൽ കറക്റ്റ് ആയിരിക്കും. ഇംഗ്ലീഷിൻ്റെ ഫോർമാറ്റ് ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, ലാസ്റ്റ് ആയിരിക്കും നമുക്ക് ഒബ്ജക്റ്റ് വയ്ക്കേണ്ടത്. ഈ സബ്ജക്റ്റിൻ്റെയും നമുക്ക് വെർബിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഈസോ ആറോ ആമോ ഹാസോ ഹാവോ ഡുവോ ഡസ്സൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് വെക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ പഠിക്കാൻ പോവുകയാണ്. അതിൻ്റെ മീനിങ് അടക്കം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെയധികം യൂസ്ഫുള്ളാണ്. നമുക്ക് കുറേ സെൻറ്റൻസുകൾ, അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ വളരെ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു 30% ഇംഗ്ലീഷ് സെൻറ്റൻസുകളും കൃത്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഈ ഒരു കാര്യം അറിയുന്നതുകൊണ്ട് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും.
അതാണ് അടുത്തത് കേട്ടോ. വളരെ ബേസിക്കാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് പോലും പെട്ടെന്ന് ഒരു ഹാഡിൻ്റെ അർത്ഥം എന്താ, അല്ലെങ്കിൽ വാസിൻ്റെ അർത്ഥം എന്താ, ഈസിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇത് വളരെ ബേസിക്കാണ്. ഇത് അറിഞ്ഞെങ്കിൽ തന്നെ നമുക്ക് കുറേ സെൻറ്റൻസുകൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ആരും ഹെൽപ്പ് ചെയ്യാതെ തന്നെ ഒരു മിസ്റ്റേക്കും ഇല്ലാതെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഓക്സിലറീസിൻ്റെ മീനിങ് അറിഞ്ഞു വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ സ്വന്തമായിട്ട് കുറേ സെൻറ്റൻസുകൾ തെറ്റില്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുന്ന ഇതാണ്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞു ആയുഷ് എന്നുള്ള ആയുഷ് സ്റ്റഡീഡ് ഇംഗ്ലീഷിൽ ആയുഷാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു. അതൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഒരാളൊക്കെ വരികയാണെങ്കിൽ അത് സിംഗുലർ സബ്ജക്റ്റ് എന്നുള്ള കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്തേണ്ടത്. രണ്ടോ അതിലധികമോ വരികയാണെന്ന് വെച്ചാൽ അത് പ്ലൂറൽ കാറ്റഗറി ആയിരിക്കും. അതായത് ബഹുവചനം. സിംഗിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ എന്ന് വെച്ചാൽ ഏകവചനം, പ്ലൂറൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഹുവചനം. ഇതിൽ ഈ കാറ്റഗറിയിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ബോയ് എന്ന് പറയാണ്, ഒരു കുട്ടിയല്ലേ ഉള്ളൂ. ബോയ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ബോയ്സ് പ്ലൂറൽ. ഗേൾ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഗേൾസ് പ്ലൂറൽ. കാറ്റ് സിംഗുലർ, കാറ്റ്സ് പ്ലൂറൽ. ഡോഗ് ഡോഗ്സ്. അങ്ങനെ നമുക്ക് ബാഗ് ബാഗ്സ്, ചെയർ ചെയേഴ്സ്. ഇങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ എഴുതി നിറയ്ക്കാനുള്ള അത്രയും നമുക്ക് ചിന്തിച്ച് പറയാൻ പറ്റും. അത്രയധികം നമുക്ക് സിംഗുലേഴ്സ് പ്ലൂറലിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരുപാട് അതിലേക്ക് പോകുന്നില്ല. നമ്മളൊരു എക്സിറ്റ് അതവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഹീ എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറലാണോ നോക്കാം. ഹീ എന്നുള്ളത് സിംഗുലർ ആണ്, ഷീ എന്നുള്ളത് സിംഗുലർ ആണ്. ഇറ്റ് എന്നുള്ളത് അത് ഇത് എന്നർത്ഥം വരുന്ന ഇറ്റ് എന്നുള്ളത് സിംഗുലർ ആണ്. പിന്നെ എവ്രിബഡി എന്നുള്ളതും സിംഗുലർ ആണ്. നമ്മൾ കേൾക്കുമ്പോൾ തോന്നും അത് പ്ലൂറലാണ്, പക്ഷെ അല്ല കേട്ടോ, അത് സിംഗുലർ ആണ്. എവ്രിബഡി എന്തായാലും പഠിച്ചതല്ലേ. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇത് നമ്മളുടെ നോട്ടിൽ കാണിക്കുന്നുണ്ടാവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. അഥവാ വല്ലവർക്കും അറിയണമെന്ന് വെച്ചാൽ ജസ്റ്റ് അറിഞ്ഞിരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഈ ബഡീസ് മുഴുവൻ സിംഗുലർ ആയിരിക്കും കേട്ടോ. അതായത് എവ്രിബഡി, നോബഡി, സംബഡി, എനിബഡി, ഇതെല്ലാം സിംഗുലർ ആണ്. പ്ലസ് ഈ വൺ ഉണ്ടല്ലോ, അതായത് എവ്രി വൺ, നോ വൺ, സം വൺ, എനി വൺ, ഇതും സിംഗുലർ തന്നെയാണ് കേട്ടോ. അപ്പോൾ PSC ഒക്കെ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് അറിയണമല്ലോ, അതുകൊണ്ട് ആഡ് ചെയ്തതാണ്. ബിഗിനേഴ്സോ അല്ലെങ്കിൽ ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നവർക്കൊന്നും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് ഒരുപാട് സെൻറ്റൻസ് ഒന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സിംഗുലർ സൈഡാണ് ക്ലിയർ ചെയ്തത്. പ്ലൂറൽ സൈഡിൽ ഏതൊക്കെയാണ് വരുന്നത്? അതായത് ഐ എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം വിചാരിക്കുക ഇത് സിംഗുലർ ആണെന്ന് വിചാരിക്കും. അല്ല, ഐനെ ഇംഗ്ലീഷ് ഭാഷ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഐ, യു, ദേ, വി, ഇതെല്ലാമാണ് പ്ലൂറൽ സൈഡിൽ കിടക്കുന്നത്. പിന്നെ നമ്മുടെ ബോയ്സ്, ഡോഗ്സ്, കാറ്റ്സ്, ഗേൾസ് എന്നൊക്കെയുള്ള സംഭവമൊക്കെ അതെന്തായാലും പ്ലൂറൽ തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ ഈ അയ്യോ ദേവി എന്നുള്ള ഒരു കോഡ് ഉണ്ട് കേട്ടോ, ഒരു മലയാളം കോഡ്. അതൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്ലൂറലിനെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് ഐ, അയ്യോ ദേവി, ഐ, യു, ദേ, വി, ഇതെല്ലാം പ്ലൂറൽ സൈഡിലെ പെട്ടെന്ന് നമുക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ, പ്ലൂറൽ സൈഡിൽ കിടക്കുന്നതിന് ഓർമ്മയിൽ കൊണ്ടുവരാൻ വളരെ ഹെൽപ്പായിരിക്കും ഈ ഒരു കോഡ്. ഒന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ സിംഗുലർ പ്ലൂറൽ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഓക്സിലറീസ്, അതായത് സഹായക ക്രിയകൾ ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കറിയാം ആകുന്നു, ആണ് എന്നുള്ള അർത്ഥം വരുന്ന മൂന്ന് വാക്കാണ് ഇംഗ്ലീഷിലുള്ളത്. ഒന്ന് ഈസ്, മറ്റേത് ആറ്, പിന്നെ ആം. അപ്പോൾ ഈസ് എന്ന് വെച്ചാൽ സിംഗുലേഴ്സിൻ്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, വേറെ എവിടെയും യൂസ് ചെയ്യാൻ പാടില്ല. ആറ് പ്ലൂറലിൻ്റെ കൂടെ. ഐയുടെ കൂടെ മാത്രം ആം കേട്ടോ. ഐ ഒരു സ്പെഷ്യൽ കേസാണ്. ഐയുടെ കൂടെ ആകുന്നു, ആണ് എന്നുള്ളതിന് ആം ആണ്, നമുക്ക് ഒരിക്കലും തെറ്റ് വരില്ല. ഇനി ഉണ്ട് എന്നുള്ള അർത്ഥം വരുന്ന ഒരു രണ്ട് ഇംഗ്ലീഷ് വേർഡാണുള്ളത്. ഒന്ന് ഹാസ്, ഒന്ന് ഹാവ്. ഓക്സിലറി ആണ് കേട്ടോ, രണ്ട് ഓക്സിലറീസ് ആണ് ഹാസ്, ഹാവ്. ഹാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ളതും, ഹാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് തന്നെയാണ്. ഹാസ് സിംഗുലേഴ്സിൻ്റെ കൂടെയും ഹാവ് പ്ലൂറലിൻ്റെ കൂടെ ഉപയോഗിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ടേബിളിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് തെറ്റാതിരിക്കാനാണ് കേട്ടോ. കറക്റ്റായിട്ട് ആ ടേബിൾ ബുക്കിലേക്ക് എഴുതി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് നോക്കണം കേട്ടോ, ഒരിക്കലും തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിംഗുലർ സൈഡിൽ ഡസ് ആണ് വെക്കുന്നതെങ്കിൽ പ്ലൂറൽ സൈഡിൽ നമ്മൾ വെക്കേണ്ടത് ഡു ആണ് കേട്ടോ. ഇത് ഓക്സിലറി ആയിട്ട് വരുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ജസ്റ്റ് വെർബായിട്ട് വരുമ്പോഴുണ്ട്, ഓക്സിലറി ആയിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈസ് എന്നുള്ളതിൽ എസ് ഉണ്ട്, സ്പെല്ലിങ്ങിൽ എസ് ഉണ്ടല്ലോ. ഹാസ് എന്നുള്ളതിൽ എസ് ഉണ്ടല്ലോ, ഡസ് എന്നുള്ളതിലും എസ് ഉണ്ട്, സിംഗുലറിന് എഴുതുന്നതിൽ എസ് ഉണ്ട്. അപ്പോൾ ഈ എസ്സുകളുള്ളത് മുഴുവൻ സിംഗുലേഴ്സിൻ്റെ കൂടെയാണ്, ഈ ഓക്സിലറീസ് മുഴുവൻ സിംഗുലേഴ്സിൻ്റെ കൂടെയാണ്. ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചോളൂ, അപ്പോൾ നമുക്ക് തെറ്റില്ല കേട്ടോ.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. പടത്തിൻ്റെ പേര് ഇതാണ്, ഞങ്ങൾ സന്തുഷ്ടരാണ് എന്നുള്ളതായിരുന്നു ഒരു പടം. അതിലൊരു ചെറിയൊരു സീനുണ്ട്. അതായത് രണ്ട് കുട്ടികൾക്ക് ഇംഗ്ലീഷ് അത്രയും പിടിപാടില്ല. അപ്പോൾ വേറെ രണ്ട് പേർക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ അവർക്ക് അറിയില്ല, ഇംഗ്ലീഷ് പോരാ എന്നുള്ളത് അറിയാം. അതുകൊണ്ട് ഇവരെ കളിയാക്കാൻ വേണ്ടി തന്നെയായിട്ട് ഒരു സെൻറ്റൻസ് കൊടുക്കുകയാണ്, ഇംഗ്ലീഷിലേക്ക് ആക്കാൻ പറഞ്ഞിട്ട് ഒരു മലയാളം സെൻറ്റൻസ് കൊടുക്കുകയാണ്. സെൻറ്റൻസ് ഇതായിരുന്നു, എൻ്റെ അച്ഛന് ഒരു പട്ടിയുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾ ഉടനെ തന്നെ അത് ഇംഗ്ലീഷിലേക്ക് ആക്കി കൊടുത്തു. ഇങ്ങനെയായിരുന്നു കൊടുത്തത്, മൈ ഫാദർ ഈസ് എ ഡോഗ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടാവും, ഈസ് എന്ന് വെച്ചാൽ ആകുന്നു, ആണ് എന്നാണ്. എൻ്റെ അച്ഛൻ പട്ടിയാണ് എന്നുള്ളതാണ് ഈ കുട്ടികൾ അവിടെ പറഞ്ഞത്. നമുക്ക് പറഞ്ഞ പോലെ മലയാളത്തിലെ അച്ഛൻ എൻ്റെ അച്ഛൻ പട്ടിയാണ്, ആണ് എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ, അതായത് സബ്ജക്റ്റ് ഞാൻ ഉടനെ വെക്കും. അതായത് മൈ ഫാദർ ഈസ് എ ഡോഗ് എന്നാണ് ഈ കുട്ടികൾ പറഞ്ഞത്. അപ്പോൾ ആ ഒരു പടത്തിൽ അത് നന്നായി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താ തെറ്റാണ് ഈ കുട്ടികൾ വരുത്തിയെന്നുള്ളത്. കാരണം മൈ ഫാദർ എന്ന് വെച്ചാൽ ഒരാളാണ്. അപ്പോൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് ഹാസ്, ഒന്ന് ഹാവ് ആണ്. മൈ ഫാദർ ഒരാളായതുകൊണ്ട് നമ്മളവിടെ ഹാസ് ആണ് വെക്കേണ്ടത്. മൈ ഫാദർ ഹാസ് എ ഡോഗ് എന്നാണ് ആ കുട്ടികൾ പറയേണ്ടത്. പകരം അവർ പറഞ്ഞത് ഈസ് എന്നാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കിത് പഠിക്കാൻ വേണ്ടി വരുന്നത് ഒരു 10 മിനിറ്റ് ആണ്. പക്ഷെ പഠിച്ചില്ലെങ്കിൽ വെച്ചാൽ വലിയ വലിയ തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് അത് പഠിക്കുക. സിമ്പിളാണ്, വളരെ 10 മിനിറ്റ് ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. പക്ഷെ പഠിച്ചു കഴിഞ്ഞാലോ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. കുറേ കാര്യങ്ങൾ തെറ്റില്ലാതെ നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നിർബന്ധമാണ് കേട്ടോ. അതായത് കുറച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തെറ്റിവരുത്തി എന്താ പ്രശ്നം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്നവരായിരിക്കും. അപ്പോൾ ഈ കൊച്ചു കാര്യങ്ങൾക്ക് തെറ്റ് വരുത്തി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഓരോ തെറ്റും ക്യാച്ച് ആവുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വലിയ പിടിപാടില്ല എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഏകദേശം ഇപ്പോൾ ബംഗാളികൾ മലയാളം സംസാരിക്കുമ്പോൾ അവരുടെ ഓരോ തെറ്റുകൾ നമുക്ക് മനസ്സിലാവുന്നില്ലേ? എല്ലാം മനസ്സിലാവുന്നുണ്ട്. അതുപോലത്തെ ഒരു ഫീലായിരിക്കും നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ കുറേ തെറ്റുകൾ വരുത്തി കഴിഞ്ഞാൽ. അപ്പോൾ സിമ്പിളായിട്ടുള്ളത് തെറ്റില്ലാതെ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തെറ്റില്ലാതെ തന്നെ പറയാം കേട്ടോ. ഇതൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ തെറ്റില്ലാതെ തന്നെ പറയാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ അറിയേണ്ടത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തിയറി തന്നത്. ഇത് വെച്ചിട്ടുള്ള സെൻറ്റൻസുകളുണ്ട്, അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് കുറേ സെൻറ്റൻസുകൾ നമുക്കിത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കേട്ടോ. അപ്പോൾ താങ്ക് യു.